തുറക്കാറായില്ലേ? അപ്പോഴേക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചതാ. വേഗം കൂടെ ഒക്കെ നമ്മൾ കഴുകി വെച്ചതല്ലേ. അപ്പൊ ഇനി പോകുമ്പോഴേക്കും റെഡി നോക്കിയതാ. എന്ത് പറ്റില്ല? പിന്നെ പോണ്ടേ, സ്കൂളിൽ പോണ്ടേ? അടുത്ത കൊല്ലം UKG ആണ്. പുതിയ കൊടയാ? ആ കൊടയല്ല ഇരിക്കുന്നത്. ഒരു പാപ്പ വാങ്ങിച്ചു തന്ന കൊടയുണ്ട്, ഒരു പാപ്പ വാങ്ങിച്ചു തന്ന ബാഗ് ഉണ്ട്, അമ്മമ്മ വാങ്ങിച്ചു തന്ന ചോറും പാത്രം ഉണ്ട്, പിന്നെയും വേറൊരു ബാഗ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ കൊണ്ടുപോകാ? ഒരാളെയല്ലേ കൊണ്ടുപോകാ. ഈ ബാഗ് നാശമായിട്ട് വേണം ആ ബാഗ് എടുക്കാം. പിന്നെ എന്തിനാ എല്ലാ കൊല്ലം പുതിയ ബാഗ് വാങ്ങിക്കണം? കണ്ടു. അപ്പൊ എന്താ പറഞ്ഞവൻ? വാങ്ങിച്ചു കൊടുത്തോട്ടെ, നമുക്ക് ഈ തുക മതി. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് വാങ്ങിച്ചിട്ട് വരാൻ? അച്ഛനിപ്പോ കേൾക്കേണ്ട താമസം. ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടില്ല പുതിയത്. നീ വണ്ടിയിലല്ലേ പോകുന്ന? ബസ്സിലൊന്നല്ലല്ലോ. വീടിന്റെ ഉമ്മർത്ത് വരെ വണ്ടി എത്തുന്നു. അത് വണ്ടിയിൽ കൊണ്ടുപോകുന്നു. അവിടെ ക്ലാസ്സിന്റെ മുന്നിൽ വരെ അവര് കൊണ്ടുപോകും. ആ പൊക്കോ, അതന്നെയാ നല്ലത്. കളി ഈ ആഴ്ച കൂടെ അല്ല ഉള്ളോ, അത് കഴിഞ്ഞാൽ പോവല്ലേ. പൊക്കോ, പോയി കളിച്ചോ. ഇതെന്താ ഇതിപ്പോ എവിടെന്നാ? നീ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുപോകും അല്ലേ? എന്താ പറഞ്ഞിട്ട് കാര്യം? എന്റെ അച്ഛനെ പറഞ്ഞിട്ട കാര്യം. അച്ഛൻ്റെ ഇപ്പൊ അത് വാങ്ങിച്ചു തരാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് വാങ്ങിച്ചിട്ട്? എത്ര കുട്ടികളെ ഈ സിബ് പോയിട്ട് സൂചി കുത്തിയും തുന്നാൻ കൊടുത്തിട്ടും ഒക്കെ പുതിയത് വാങ്ങാണ്ട് പഴയത് കൊണ്ടുപോകും. നമുക്കേ ഈ ബാഗും കൂടെയും നമുക്ക് അവിടെ മായേച്ചിയില്ലേ, മായേച്ചിയുടെ മോള് അമ്പുച്ചേച്ചി ഇവിടേക്ക് കളിക്കാൻ വരാറില്ലേ? നമുക്ക് ആ ചേച്ചിക്ക് കൊടുക്കാം. ആ ചേച്ചിയുടെ അമ്മയ്ക്കാച്ച വയ്യാണ്ട് കെടുക്കല്ലേ. പാവങ്ങളാ, അവർക്ക് കൊടുക്കാം. നമുക്ക് എന്തിനാ ഇനി ഈ ബാഗ്? എന്താ ചെയ്യട്ടെ? അച്ഛനുണ്ടല്ലോ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയി ഇവിടെ. അതുവരെ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ നിന്റെ അച്ഛൻ നിനക്ക് വാങ്ങിച്ചെന്ന പോലെ ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആ ചേച്ചിയുടെ അമ്മയും കിടപ്പില്ല, വയ്യ, എന്തൊക്കെയോ അസുഖങ്ങൾ കാരണം വയ്യതാ. നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചിയുടെ അമ്മ ഇപ്പൊ കുറച്ച് നാളൊക്കെ കഴിയും സുഖേടൊക്കെ മാറി ജോലിക്കൊക്കെ പോയി തുടങ്ങാൻ. അപ്പൊ നമുക്ക് ഈ ബാഗും കൊടയും അവർക്ക് കൊടുക്കാം. അതെന്താ ഇത് കൊടുക്കാം? നല്ല ബാഗല്ലേ ഇത്? എന്താ പൊന്ന അങ്ങനെയല്ല. നമ്മള് ആൾക്കൊരു സാധനം കൊടുക്കുമ്പോഴേ നല്ലത് കൊടുക്കണം. നമ്മുടെ അടുത്ത് പുതിയത് ഒരെണ്ണുണ്ട്, പഴയത് ഒരെണ്ണുണ്ട്. അപ്പൊ നമുക്ക് പുതിയത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവില്ല. സ്കൂളൊക്കെ തുറന്ന് പുതിയ ബാഗൊക്കെ കിട്ടുമ്പോ ഇതാരാ തന്നെ ചോദിച്ചോ നമ്മളാന്ന് പറയല്ലോ. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അതുപോലെ അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് വലിയ സ്കൂളിൽ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ കുറെ നല്ല സ്വഭാവങ്ങളും നല്ല ശീലങ്ങളും പഠിക്കണം. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സന്തോഷം. അപ്പൊ നമുക്കിത് നാളെ കൊണ്ടുകൊടുക്കാം കേട്ടാ.